ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റാണ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഒരു റേഞ്ചിനകത്തായിരുന്നു അല്ലേ, ഒരു കുറച്ചും മാർക്കറ്റിൽ നിന്ന് സഞ്ചരിച്ചു. അതിന് ശേഷം മാർക്കറ്റ് ഒരു റേഞ്ചിനകത്തിലാണ് മാർക്കറ്റ് ഇന്ന് ഓടിക്കളിച്ചത് അല്ലേ. അപ്പോൾ രാവിലെ ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തപ്പം ഏകദേശം 48 പോയിൻറ്റ് അല്ലേ, 48 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ രാവിലെ ഞാൻ ഗ്രൂപ്പിൽ വോയിസ് ഇട്ടായിരുന്നു. എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ വോയിസ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്താലും ഒന്ന് മേലോട്ട് ജമ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് രാവിലെ പറഞ്ഞിരുന്നു. കാരണം നമ്മൾ പ്രീ മാർക്കറ്റ് കണ്ടപ്പം പ്രീവിയസ് ഹിസ്റ്ററി വെച്ച് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് മാർക്കറ്റ് 50 പോയിൻറ്റിൽ ഗ്യാപ്പ് അപ്പിൽ ഓടിയാലും മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ് സാധ്യത എന്നാണ് എനിക്ക് മനസ്സിലായത്. അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. അങ്ങനെ തന്നെ സംഭവിച്ചു. മാർക്കറ്റ് അതിനുശേഷം മാർക്കറ്റ് ഒന്ന് കുനിഞ്ഞെങ്കിലും നേരെ നിവർന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി. നമ്മൾ വരച്ച 25,931 അത് ടെസ്റ്റ് ചെയ്തു ഇല്ലേ. അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു ഇല്ലേ. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ പ്രതീക്ഷയാണ് ഇതിന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാൻ ധരിച്ചത്. എങ്കിലും വീണ്ടും നമ്മുടെ ലൈനിൽ തന്നെ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്ന് മുകളിലോട്ട് പോകും എന്നൊരു പ്രതീതി വരുത്തി. ഇതാണ് മിസ് ഗൈഡൻസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് നമ്മളെ മിസ്ഗൈഡ് ചെയ്ത് പോകാന്നുള്ളത്. അപ്പം മാർക്കറ്റ് അതിനുശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഹൈ ക്രിയേറ്റ് ചെയ്ത ശേഷം ഇവിടെ നമുക്കൊരു വരയില്ലായിരുന്നു, പിന്നെ രണ്ടാമത് വരച്ച വരയായി ഇതില്ലേ. ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് പിന്നെ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഈ മെസ്സേജ് ഈ സ്ക്രീൻഷോട്ട് ഇട്ടായിരുന്നു. ഇത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളവർ അങ്ങനെ കറക്റ്റായിട്ട് അതേ പോയിന്റ് തന്നെ വീണ്ടും മേലോട്ട് പോയെങ്കിലും വീണ്ടും തിരിച്ച് അവിടെ തന്നെ വന്ന് സപ്പോർട്ട് എടുത്ത് പല പ്രാവശ്യം സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് അവിടെ തന്നെ ആ ലൈനിൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഏകദേശം 170 പോയിൻറ്റ് മാർക്കറ്റ്. അപ്പം നമുക്ക് ഇതിനകത്ത് മാർക്കറ്റ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഫോർമേഷൻ ഞാനിങ്ങനെ വരച്ച് കാണിച്ചത് ഒരു പക്ഷേ മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരാനുള്ള കാര്യം അങ്ങനെ ഒരു സാധ്യത കിട്ടി. അവിടെ കുറച്ച് പേർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും ഒന്നും പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഈ ഒരു ക്യാൻഡിൽ കണ്ടപ്പോൾ ഈ ഒരു ബ്രേക്ക് താഴോട്ട് ബ്രേക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ അങ്ങനെ ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ട് കാണുന്നെങ്കിലും അത് ചെറുതല്ല, കുറച്ച് വലുതാണ്. ഒരു മിനിറ്റ് ഇങ്ങനെയായിരുന്ന സംഭവം. അപ്പം മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ കയറി ഇങ്ങനത്തെ സ്ട്രക്ചർ ഫോം ചെയ്തപ്പം ഈ ഒരു ബ്രേക്കൗട്ട് നടന്നപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചിട്ട് ഒരു പക്ഷേ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ടെന്ന്. അതുപോലെ തന്നെ വന്നു. അപ്പം ഇവിടെ അത് മാത്രമല്ല, ഇവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിലും ഉണ്ടായിരുന്നു. സുന്ദരമായിട്ട് ഇവിടെ റിജക്ഷൻ ക്യാൻഡിലുണ്ട്, നല്ലൊരു ബോഡിയോട് കൂടി റിജക്ഷൻ ക്യാൻഡിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ട്രേഡ് എടുത്തവർക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഒരു നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അല്ലേ. അപ്പം അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നമുക്ക് രാവിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ എത്ര പേർക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന അറിയത്തില്ല. കറക്റ്റ് മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ വിട്ടു, രണ്ടാമത്തെ ക്യാൻഡിൽ നല്ലൊരു ബ്രേക്കൗട്ട് സെറ്റപ്പ് നമുക്ക് നൽകി. അതിനുശേഷം വന്ന് റീടെസ്റ്റ് പോലെ തന്ന് നമുക്കൊരു നല്ല റിജക്ഷനോടുകൂടി ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ഈ ലോ വെച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാം. പക്ഷേ എത്ര പേർക്ക് എടുക്കാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എടുത്തവർ നിങ്ങൾ സ്ഥിരം ഞാൻ ഇത് തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ എന്നെ കാണുമ്പം കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഓപ്പർച്യൂണിറ്റി. രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി ഇത് നമുക്കൊരിക്കലും പറ്റത്തില്ല ഈ ക്യാൻഡിൽ. കാരണം ഇത്രയും വലിയ ക്യാൻഡിൽ നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റുകയില്ല. പിന്നെ നമുക്കുള്ള ട്രേഡ് പറഞ്ഞാൽ ഇതായിരുന്നു നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ. ഓക്കെ, ഇതായിരുന്നു നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ. ഇവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഉണ്ടായിരുന്നു. ഇവിടെയും കയറിയവർക്ക് ഇവിടം വരെ കിട്ടി മാർക്കറ്റ്. ഓക്കെ, അപ്പം അവസരങ്ങളുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ കാണുകയും എൻ്റെ വീഡിയോ കാണുകയൊക്കെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവസരങ്ങൾ ധാരാളം ഉണ്ട്. നമ്മുടെ പ്രൈസ് ആക്ഷനും റിജക്ഷൻ ക്യാൻഡിൽ ഇങ്ങനെ ട്രേഡ് എടുക്കാമെന്നുള്ള വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുന്ദരമായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം അതിനിടയിൽ ഞാൻ അടുത്ത കാര്യം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതിൻ്റെ ഇടയിലൊന്ന് പറയണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഗ്രൂപ്പ് ആൾക്കാരുടെ ക്രമാതീതമായിട്ടുള്ള ഉയർച്ച കൊണ്ട് ആൾക്കാർ കൂടിയതുകൊണ്ട് നമ്മളൊരു കുഞ്ഞു സബ്സ്ക്രിപ്ഷൻ വെച്ചു എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് നവംബർ 1 മുതലായിരിക്കും അത് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ പലരും അതിനകത്ത് സഹകരിച്ചവരോട് എല്ലാവരോടും നന്ദിയുണ്ട്. ധാരാളം പേര് സഹകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ എനിക്ക് ധാരാളം പേര് ഞാനൊരു മനുഷ്യനാണ്, ധാരാളം പേര് എനിക്ക് മെസ്സേജ് സാർ. അപ്പോൾ എനിക്ക് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അതായത് എനിക്ക് കുറേ പേര് 1, 2, 3, 10 അല്ല 10നും 20നും മുകളിൽ ആൾക്കാർ എനിക്ക് മെസ്സേജ് സാർ ഞാനൊരു കിടപ്പ് രോഗിയാണ്, ഞാൻ കിടക്കയിൽ കിടന്നുകൊണ്ടാണ് സാറിൻ്റെ വീഡിയോകൾ കാണുകയും ട്രേഡ് എടുക്കുകയൊക്കെ ചെയ്യുന്നത്.
അത്യാവശ്യം മരുന്ന് മേടിക്കാനുള്ള പൈസ ഞങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഡെയിലി ഒരു 500 രൂപ, 600 രൂപ, 700 രൂപ മരുന്ന് മേടിക്കാനുള്ള പൈസ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ തരാൻ നിർവാഹമില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും തരണ്ട. നിങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഫ്രീ ആയിരിക്കും. അതിനകത്ത് യാതൊരു ദാക്ഷിണ്യവും ഇല്ല, അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. അവർക്കൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു കിടപ്പ് രോഗിയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു വയ്യാഴികയുണ്ട്, അങ്ങനെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്നെ ബോധ്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 100% നമ്മുടെ ഗ്രൂപ്പിൽ അത് ഫ്രീ ആയിരിക്കും. അതിന് നിങ്ങൾ ഒരു കാരണവശാലും സങ്കടപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളത് പറയാനും മടിക്കണ്ട. പക്ഷേ നിങ്ങളെന്നെ ബോധ്യപ്പെടുത്തണം. എനിക്കിങ്ങനെയുള്ളൊരു വയ്യാഴികയാണ്, എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുള്ള ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ എന്തിനാണ് ഇത് വെച്ചത്? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പണസമ്പാദനത്തിന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ധാരാളം കള്ള നാണയങ്ങളുണ്ട്. ആ കള്ള നാണയങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് വെച്ചത്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി നിങ്ങൾ എന്നോട് എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ആരും ഒരു നെഗറ്റീവ് ഇതുവരെ ഈ നിമിഷം വരെ ഒരു മനുഷ്യൻ പോലും ഒരു നെഗറ്റീവ് കമൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചത് തെണ്ടിത്തരമാണ് ഉള്ള കാര്യം അങ്ങനെ പറയാമല്ലോ, തെണ്ടിത്തരമാണ് എന്ന് ഒരു മനുഷ്യൻ പോലും എന്നോട് പറഞ്ഞില്ല. ഒരു മനുഷ്യൻ പോലും പറഞ്ഞിട്ടില്ല. സാറേ അത് നന്നായി. കാരണം വളരെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ചെറിയൊരു ഒരു സബ്സ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ, ഇല്ലേ? നിങ്ങൾ ഒരു നേരം ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കുന്ന ആ ഒരു പൈസ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന് താല്പര്യം, നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട, ഒരു നാണക്കേടും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ആ കാര്യത്തിൽ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ന് എനിക്ക് വേറൊരു മെസ്സേജ് വന്നു. ഇന്ന് ഒരു വീട്ടമ്മയുടെ മെസ്സേജാണ്. അപ്പം ഇത് പറയുന്നതിൻ്റെ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മൾ മുഖാന്തരം എത്ര പേർക്ക് വഴി തുറന്നു പോകുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ്, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. ഒരു വീട്ടമ്മ എനിക്ക് മെസ്സേജ് അയച്ചു, സാർ ഞാൻ കുറേ നാളുകളായിട്ട് ട്രേഡ് ചെയ്യുന്നു, പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അടുപ്പിച്ച് ഞാൻ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ഞാൻ ആ പ്രോഫിറ്റ് കൊണ്ട് എൻ്റെ മോന്, ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, ഇന്നിടത്താണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്ന് ഞാൻ അവന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഈ പൈസ കൊണ്ടാണ് വാങ്ങിച്ചത്. എന്നിട്ട് ഞാനിപ്പോൾ അവൻ്റെ കോളേജിൻ്റെ അടുത്താണ്, ഞങ്ങളിന്ന് പുറത്ത് പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു. എല്ലാ കാര്യങ്ങളും അവന് വേണ്ടി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഈ ട്രേഡ് ചെയ്ത് ലാഭത്തിൽ നിന്നുണ്ടാക്കിയ പൈസയിൽ നിന്നാണ് ചിലവാക്കുക. എന്തൊരു അഭിമാനമാണെന്ന് നോക്കിക്കുക. അത് കേൾക്കുന്ന എനിക്കും ഒരു അഭിമാനമുണ്ട്, പറയുന്ന അവർക്കൊരു ചാരിതാർത്ഥ്യമുണ്ട്, ഇല്ലേ? സ്വന്തമായി ഏൺ ചെയ്ത് ഒരു കാര്യം പഠിച്ച് അതിൽ നിന്ന് ഏൺ ചെയ്ത് സ്വന്തം കാലിൽ നിന്നൊരു കാര്യം ചെയ്യുമ്പം ആ ഒരു അഭിമാനമുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ധാരാളം ആൾക്കാരുണ്ട്. എങ്കിലും ഇന്ന് വന്നൊരു മെസ്സേജ് ഞാൻ എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിത് പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യായം എന്നൊരു കൺസെപ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിത് പകർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% രക്ഷപ്പെടാൻ പറ്റും. അന്യായത്തിന് വേണ്ടി പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, ന്യായം പാലിച്ച്, അത് ലോസ് ആണെങ്കിലും അവിടെ നിങ്ങൾ ന്യായം പാലിക്കുക. അവിടെ ന്യായം പാലിച്ച് ആ മിനിമം ലോസിൽ നിങ്ങൾ ഇറങ്ങി മാറി നിൽക്കാൻ ശ്രമിക്കുക. അല്ലാതെ രാവിളക്കോളം ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം വിട്ടുപോകുന്നു, ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ ഞാനിത് 2 കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഒരു സന്തോഷത്തിനും അറിവിനും വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അതിനകത്തിൽ സബ്സ്ക്രിപ്ഷൻ വെച്ചതിനകത്തിൽ എനിക്ക് വേറെ ദുരുദ്ദേശമോ ഗൂഢോദ്ദേശമോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ തരാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ട്, എൻ്റെ അവസ്ഥ ഇതാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിരിക്കും. അപ്പോൾ തന്നെ ഇത് സന്തോഷത്തോടെ സ്വീകരിച്ച പലരും ഉണ്ട്. 3 മാസം, 6 മാസം, 1 വർഷം വരെ പൈസ തന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിന് നന്ദി. കാരണം നിങ്ങൾ എന്നോട് കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് സ്നേഹത്തിനും ഞാൻ എന്നും നിങ്ങളോട് കടപ്പെട്ടവനായിരിക്കും. അന്നും പറഞ്ഞ് ഞാനിങ്ങനെ സബ്സ്ക്രിപ്ഷൻ വെച്ചെന്ന് പറഞ്ഞ് ഇവിടെ കോളോ പുട്ടോ പരിപാടി ഒന്നുമില്ല. എങ്ങനെയാണോ ഈ ഗ്രൂപ്പ് ഇപ്പം നിലനിന്ന് പോകുന്നത് അതുപോലെ തന്നെ ആയിരിക്കും മുന്നോട്ടും പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ നോക്കേണ്ടത്? ഇനിയിപ്പോൾ നമുക്ക് നാളെ എന്താ സംഭവിക്കുന്നതാണ് നോക്കുന്നത്. ഇപ്പം നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ആസിയാൻ മീറ്റിംഗ് നടക്കുന്നുണ്ട് തൈവാനിൽ. ഓക്കെ, തൈവാനിലാണ്, മലേഷ്യയിലാണ്, കോലാലംപൂരിൽ നടക്കുന്നുണ്ട്. അപ്പം അവിടെ വെച്ച് മോദി അവിടെ പോകാനിരുന്നതാണ്. ഓക്കെ, തൈവാനിലല്ല, മലേഷ്യയിലാണെന്ന് തോന്നുന്നു, ഞാൻ കറക്റ്റ് സ്ഥലം മറന്നുപോയി. ഓക്കെ, അപ്പോൾ ആസിയാൻ സബ്മിറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മോദി പോകാനിരുന്നതാണ്. അപ്പോൾ അവിടെ വെച്ച് ഇവർ തമ്മിലൊരു ട്രേഡിനെ പറ്റിയൊരു ധാരണ ഉണ്ടാകുന്നൊരു ഒരു ശ്രുതി നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ മോദി പോകുന്നില്ല, ജയശങ്കറാണ് അതിനുവേണ്ടി പോകുന്നത്. ട്രംപ് അവിടെ വരുന്നുണ്ട്. എന്താണ് മോദി പോകാത്തതെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, മോദിയെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയും ഉമ്മവെക്കുകയൊക്കെ ചെയ്യും. പക്ഷേങ്കിൽ ഇത് കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2 പേരും കൂടെ നിൽക്കുമ്പം എന്തെങ്കിലും ഡയലോഗ് എണ്ണം പറയും.
അപ്പോൾ അത് തിരിച്ച് മറുത്തൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും മോദിക്ക്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്ന പ്രശ്നത്തിൽ നീ റഷ്യ എന്നോട് മോദി സമ്മതിച്ചായിരുന്നു, ഞങ്ങൾ കുറയ്ക്കാം എന്ന് പറഞ്ഞായിരുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ പറഞ്ഞു കാണുമായിരിക്കും. പക്ഷേ മോദിക്ക് അപ്പോൾ ആ സമക്ഷത്ത് വെച്ച് ഒരു കാര്യവും ഒരു അക്ഷരം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വെളിമുണ്ടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ പെട്ടുപോകും. അപ്പോൾ ആ പെടൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ മോദി എന്ത് ചെയ്യുന്നത്, ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇനിയിപ്പം അണ്ണനിപ്പോൾ വന്നു കഴിഞ്ഞിട്ട് എന്തൊക്കെ പറയുന്നുള്ള കാര്യം ദൈവത്തിനാണ് മാറ്റാറത്തുള്ളൂ. അപ്പോൾ അതിനിടയിൽ ചൈനയുമായിട്ട് ഇപ്പോൾ 100% താരിഫ് ചൈനയ്ക്ക് നവംബർ 1 മുതൽ അടിക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം ചൈനയുമായിട്ട് ഒരു ഫ്രെയിം വർക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ തമ്മിൽ ഒരു കുറച്ചൊക്കെ ധാരണ ആയിട്ടുണ്ടെന്നാണ് ഇപ്പം ന്യൂസുകൾ പുറത്ത് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ മറ്റേ ഷീ ജിങ് പിങ്ങുമായിട്ട് മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ഒരു പക്ഷേ അതിനകത്തൊരു സമവായം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ താരിഫിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും പ്രശ്നം ആർക്കാണ്? ഇന്ത്യക്കാണ്. മനസ്സിലായില്ലേ? ഇപ്പോഴും ഇന്ത്യയാണ് കോർണറിൽ നിൽക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ പന്ത് തട്ടുന്ന പോലെ തട്ടുകയാണ്. നമ്മളൊന്നും മിണ്ടുന്നില്ലെങ്കിൽ തന്നെ പന്ത് തട്ടുന്ന പോലെ തട്ടുകയാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ പീയൂഷ് ഗോയൽ ഇന്നലെ ഒരു ഡയലോഗ് പറയുന്നത്, തലയ്ക്ക് തോക്ക് വെച്ചുകൊണ്ട് നമ്മളെ ആരും സമ്മതിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സ്ട്രോങ് കമൻ്റാണ്. ഒരുത്തൻ്റെ തലയ്ക്ക് തോക്ക് വെച്ചിട്ട് ഇത് ഒപ്പിടറ എന്ന് പറയുന്ന പോലെ രീതിയിലാണ് ഇപ്പോൾ ട്രംപ് നമ്മളോട് കാണിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന് ഒരിക്കലും ഇന്ത്യ വഴങ്ങി കൊടുക്കത്തില്ല, രാജ്യ താല്പര്യങ്ങൾക്കെതിരെ ചെയ്യത്തില്ല എന്നൊക്കെയാണ് പീയൂഷ് ഗോയൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതൊക്കെ ഒരു സ്ട്രോങ് മെസ്സേജാണ്. അപ്പം എങ്ങനെ ഒരു സമവായം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രശ്നം മുഴുവൻ റഷ്യൻ ഓയിലാണ്. റഷ്യൻ ഓയിൽ നമുക്കിട്ട് മേടിക്കാതിരിക്കാനും പറ്റത്തില്ല. റഷ്യൻ ഓയിൽ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞാണ്, റഷ്യൻ ഓയിൽ നമുക്ക് മേടിക്കാതിരിക്കാനും പറ്റത്തില്ല. നമ്മൾ വേറെ രാജ്യങ്ങൾ പോവുകയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ ഇത് കിട്ടത്തുമില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി വിശദീകരിച്ചത് നേരത്തെ. അപ്പോൾ നമ്മളിതിനകത്തിൽ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സപ്പോസ് നമ്മൾ ഇപ്പോൾ ഈ ചൈന ഓൾറെഡി നിൽക്കുന്നത്, പക്ഷേ ചൈനയ്ക്ക് പൈപ്പ് ലൈൻ ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. അല്ലാതെ ഈ വെസൽസ് വഴി വാങ്ങിക്കുന്നത് നിർത്തുമെന്നായിരിക്കും പറഞ്ഞത്. ഒരു പക്ഷേ നിർത്തുമായിരിക്കാം. ഇന്ത്യയും അത് നിർത്തുവാണെന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈ മാർക്കറ്റിൽ ഓയിൽ കണ്ടമാനം പ്രൈസ് കൂടും. അപ്പോൾ ഇപ്പം വിദഗ്ധർ പറയുന്നത് ഏകദേശം ഈ 60 രൂപ എന്നുള്ളത് ഒരു പക്ഷേ 100 രൂപയോ 120 രൂപയോ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓയിലിൻ്റെ പ്രൈസ്. അഥവാ ഇന്ത്യയും ചൈനയും പൂർണ്ണമായിട്ടും ഈ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നത് നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം ഏറ്റവും വലിയ കൺസ്യൂമറാണ് നമ്മളാണ് അവരുടെ ഏറ്റവും വലിയ ബയർ. അപ്പോൾ അങ്ങനെയാകുമ്പം ഇവിടെ വേറൊരു കാര്യം ഞാൻ ഒരു ആർട്ടിക്കിളിനകത്ത് വായിച്ചാൽ ഒരു വീഡിയോയ്ക്ക് അത് കണ്ടതാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ലാഭം റഷ്യക്ക് തന്നെ. എന്താ സംഭവം? ഈ $60 എന്നുള്ളത് $100 $120 ആകുമ്പോൾ ഇപ്പം റഷ്യ വിൽക്കുന്ന ഓയിലിൻ്റെ പകുതി വിറ്റാൽ മതി. ഇപ്പോൾ 60 രൂപയ്ക്ക് അവർ 100 ലിറ്റർ വിൽക്കുന്നെങ്കിൽ 100 രൂപ 120 ആകുമ്പോൾ അവർ 50 ലിറ്റർ മാത്രം വിറ്റാൽ മതി. നമ്മൾ ഇന്ത്യ ചൈന മാത്രമല്ല, വേറെ ധാരാളം രാജ്യങ്ങൾക്ക് ഇവർ ക്രൂഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അവരുടെ ഇത് എന്താണ്, അവരുടെ വിൽപ്പന നേരെ പകുതിയാക്കിയാൽ മതി. പകുതി ആയാലും അവർക്ക് നിലനിന്ന് പോവാം. മനസ്സിലായി പറഞ്ഞേ? അപ്പം ഇപ്പോൾ 100 ലിറ്റർ വിൽക്കുന്നിടത്ത് 50 ലിറ്റർ വിറ്റാൽ മതി. ഈ 100 ലിറ്ററിൻ്റെ കാശ് അവർക്ക് കിട്ടും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വില കൂടുമ്പോൾ. അപ്പം ഇതൊക്കെ ഈ പ്രത്യക്ഷത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ള കാര്യം ശരിക്കും കോമൺ സെൻസ് ഉള്ളവർക്ക് ചിന്തിച്ചാൽ മതി. പക്ഷേ ഇതൊക്കെ ആരോട് പറയാൻ? ഓക്കെ, അത് പോട്ടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നിലവിലെ അവസ്ഥ. 26,000 മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ആ 26,100 മേളിൽ കഴിഞ്ഞ പ്രാവശ്യം പോയായിരുന്നു ആ കരാർ ഒപ്പിടാൻ പോകുമെന്ന് പറഞ്ഞ സമയത്ത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ നിലവിൽ 26,000 ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. 26,000 ടെസ്റ്റ് ചെയ്തായിരുന്നു. 26,000 മുകളിൽ പോയി ടെസ്റ്റ് ഇവിടെ 26,000 മുകളിൽ പോയെങ്കിലും നേരെ തിരിച്ചു വന്നു. അപ്പോൾ ഈ 26,000 ഒരു ക്രൂഷ്യൽ പോയിൻ്റായിട്ട് ഇപ്പോൾ മാറിയേക്കുവാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് പോകുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൾ ടൈം ഹൈ എത്ര? 278 തോന്നുന്നു അല്ലേ? 278 അല്ല, 278 ഓൾ ടൈം ഹൈ അടിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ എന്തായാലും നാളെ ഇപ്പോൾ എന്താ സംഭവിക്കുക? ഈ ലൈൻ ഇവിടെ തന്നെ കടന്നു. ഈ ലൈൻ അനിവാര്യമാണ്. ഈ ലൈൻ നമുക്ക് വേണ്ട ലൈനാണ്. അപ്പോൾ നാളെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ, ഈ ലൈനിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മോളോട്ട് പോയി തിരിച്ചു വരുമോ, അല്ലെങ്കിൽ ഇതിനെ മോളോട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 26,100 മുകളിൽ, പണ്ട് ഞാൻ വരച്ച വരയാണ്, ഇത് എങ്ങനെ ഈ വര വന്നെന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ട്. ഈ 26,100 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലോട്ട് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധ്യത. ഇതിന് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ഇതിന് മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, നാളെ ഡേ ക്യാൻഡിൽ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈയിലോട്ട് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കരുതിയിരിക്കുക. ഓക്കെ, അപ്പോൾ നാളെ എന്താണ് ഗ്യാപ്പ് അപ്പ് ആണ് ഗ്യാപ്പ് ഡൗൺ ആണോ നമുക്ക് അറിയത്തില്ല. ഇന്ന് രാത്രിയിലെ കഥകൾ കഴിയുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ അറിയത്തുള്ളൂ. ഓക്കെ,
നിലവിലെ അവസ്ഥയിൽ പോസിറ്റീവാണ്. എങ്കിലും നാളെ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് നോക്കുക. ഇത് 26,100 ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പോകും. ഇല്ല, നാളെ ഇതിൻ്റെ 26,100 മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ഓൾ ടൈം ഹൈ അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും ആ പോകുന്നതിനൊരു പരിധി കാണും എന്ന് ഞാൻ ബ്രാക്കറ്റിലങ്ങ് പറയുക. ഓക്കെ, അങ്ങോട്ട് പോകുന്നതിനൊരു പരിധിയുണ്ട്, പരിധി ഇല്ലാതെ പോകത്തില്ല. നമുക്ക് ശരിക്കും നമ്മുടെ മാർക്കറ്റ് പറക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡ് ഡീല് സെറ്റ് ആവാതെ ഒരിക്കലും നമ്മുടെ മാർക്കറ്റ് പറക്കത്തില്ല. ഒരു പക്ഷേ ടെസ്റ്റ് ഓൾ ടൈം ഹൈ ടെസ്റ്റ് ചെയ്യുമായിരിക്കാം, ടെസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ തിരിച്ചു വരാം. പക്ഷെ നമ്മളൊക്കെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡ് ഡീല് സെറ്റായെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് പറക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ കടന്ന് ഇങ്ങനെ തിത്തിത്താര കളിക്കത്തേ ഉള്ളൂ. ഓക്കെ, അപ്പം അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. നമ്മുടെ ബാങ്ക് നിഫ്റ്റി, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരാം നമുക്ക്. ബാങ്ക് നിഫ്റ്റിയിൽ ഈ പറയുന്ന പോലെ തന്നെ ഓൾ ടൈം ഹൈ കളിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വരച്ച 58,236 എന്ന് പറയുന്ന ലൈനിൽ കിടന്ന് കളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് നാളെ ഇതിനെ മുകളിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ 58,236 നിലനിന്നെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ബാങ്കിങ് സെക്ടറിനുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ന്യൂസുകൾ വരുന്നുണ്ട്. പല ബാങ്കുകളെ ലയിപ്പിക്കാൻ പോവുകയാണ്, കോമൺ ആയിട്ട് 3-4 ബാങ്കിനായിട്ട് നിലനിർത്താൻ പോവുകയാണ് എന്നൊക്കെയുള്ള ന്യൂസുകൾ കുറേ വരുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ സംസാരിക്കാം. എങ്കിലും നിങ്ങളുടെ മനസ്സിൽ വെച്ച് നോക്കുക, അത് ഗുണമാണോ ദോഷമാണോ വരുന്നതെന്നൊക്കെ ഉള്ളത് അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ആർട്ടിക്കിളൊക്കെ കുറേ കൂടെ വായിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി കറക്റ്റ് ഒരു തീരുമാനം പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രം. വരയൊക്കെ അതുപോലെ കിടപ്പുണ്ട്, ധൈര്യമായിട്ട് നിങ്ങൾ വര നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് മിഡ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പ് ഇന്നൊന്ന് പറക്കാൻ ശ്രമിച്ചു, പക്ഷെങ്കിൽ അത്ര വലിയ ഒരു ബുള്ളിഷ് സെറ്റപ്പോടില്ല. എപ്പോഴും വീഴാൻ പോകുന്ന ഒരു തോടിന് കുറുകെ ഒരു തടി ഇട്ടിട്ട് തടിയെ കൊണ്ട് നടക്കുമ്പം ഇപ്പം വീഴും എന്ന് പറഞ്ഞ കണക്കിലാണ് മിഡ് ക്യാപ്പിൻ്റെ പോക്ക്. ഏത് നിമിഷവും ചെറിയൊരു അടി തട്ടിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനം താഴെ വീഴും. BSE ഹീറോ മോട്ടോകോപ്പ് ഇന്ന് നല്ലപോലെ പെർഫോം ചെയ്തുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മിഡ് ക്യാപ്പ് ഒന്ന് ചെറുതായിട്ടെങ്കിലും മുകളിലോട്ട് പോയത്, ഇല്ലെങ്കിൽ താഴെ പോയി. ബാക്കി എല്ലാവരും വളരെ ശോകമാണ്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ കോഫോർജ് റിസൾട്ട് നല്ലതായിട്ടാണ് ഇന്ന് എന്ത് ചെയ്തു, നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അപ്പം അടുത്ത ദിവസങ്ങളിൽ നോക്കുക BSE ഹീറോ മോട്ടോകോപ്പ് ഡിക്സൺ ഒക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നു, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മിഡ് ക്യാപ്പിൻ്റെ പോക്ക്. എന്തായാലും കറക്റ്റ് റെസൻസ് തട്ടി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നാളെ വാച്ച് ചെയ്യുക എങ്ങോട്ടാണ് മാർക്കറ്റ്. നാളെ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ടാർഗറ്റ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ മാർക്കറ്റ്. ഇപ്പോൾ തന്നെ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ സമയം പോയി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ രാവിലത്തെ പ്രീ മാർക്കറ്റിൽ വോയിസ് ഇടുമ്പോൾ നമുക്ക് വിശദമായിട്ട് വേറെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ഡേറ്റ വന്നില്ല, FISൻ്റെ ഡേറ്റ, ഇൻഡെക്സ് പൊസിഷൻ്റെ ഫ്യൂച്ചറിൻ്റെ ഡേറ്റ വന്നില്ല. ഷോർട്ട് കുറച്ച് കാണാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് മാർക്കറ്റിൽ നിന്ന് കുറച്ചുകൂടെ മേലോട്ട് പോയത്. നമുക്ക് എന്തായാലും ഡേറ്റ വരുമ്പോൾ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്ന് നോക്കിക്കോട്ടെ, ഇതിലായിട്ട് വന്നോന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഒരു സെക്കൻഡ്, ഡേറ്റ വന്നോന്ന്. ഇല്ല, ഡേറ്റ വന്നില്ല ഇതിലായിട്ടും. ഓക്കെ, വരുമ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.